ബഹുമാനികളെ, അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹു ഏറെ ആദരിച്ച വ്യക്തിത്വങ്ങളാകുന്നു. അവന്റെ സൗണ്ട് കുറച്ച് കുറച്ച്, ഇതിന്റെ സൗണ്ട് കുറച്ച് കുറച്ച്, അമ്മിങ് ആണല്ല. അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹു ഏറെ ആദരിച്ച, അവന്റെ ഇഷ്ടം കരഗതമാക്കിയ വിലായത്തും കറാമത്തും മറ്റനവധി സ്ഥാന ബഹുമാനങ്ങളൊക്കെയും കൂടെ തട്ടാദരിച്ച മഹാൻ വ്യക്തിത്വങ്ങളാകുന്നു അള്ളാഹുവിന്റെ ലോകത്തുള്ള ഔലിയാക്കൾ. അവർ എത്ര പേരാണ്, എവിടെയൊക്കെയാണ് എന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. കോടാനക്കോടി ഔലിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞുപോയി. കോടാനക്കോടി ഔലിയാക്കന്മാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഔലിയാക്കന്മാർ ലോകത്ത് വരാനുമുണ്ട്. ഇത് അന്ത്യനാള് വരെ, ലോകാവസാനം വരെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പ്രവാചകന്മാരുടെ എണ്ണം ക്ലിപ്തമാക്കപ്പെട്ടതുപോലെ, തിട്ടമാക്കപ്പെട്ടതുപോലെ, പരിമിതപ്പെടുത്തപ്പെട്ടതുപോലെ അവർ അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹു ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ കാണുന്ന ഇല്ലെന്നറിയില്ല. ഹലോ സാർ, ഈ സദസ്സ് കാണുമ്പോൾ ഒരു അറിയാത്ത ബാർബർ മുടിയെടുത്ത മാതിരി. മഹത്തുക്കളുടെ ആ തിരുനോട്ടമുള്ള നല്ല മജ്‌ലിസ്, ധന്യമായ മജ്‌ലിസ്, അവരുടെ നോട്ടം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ തിരുനോട്ടവും അവരുടെ തിരുദർശനവും എല്ലാം ഉള്ളതായ ഈ ധന്യമായ മജ്‌ലിസ് തീർച്ചയായും ഇത് ഇങ്ങനെ ആക്കേണ്ട ഒരു കോലമല്ല. ഇതിനൊരു ആദവും ഗുരുത്വമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഉലമാക്കൾ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. കാരണം മരണവരെ ഓർമ്മിപ്പിക്കണമെന്നാണല്ലോ ഖുർആൻ. പറഞ്ഞുകൊണ്ടേയിരിക്കണം, പറഞ്ഞു കൊടുക്കണം, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് മുഅ്മിനീങ്ങൾക്ക്, അതായത് ഉൾക്കൊള്ളുന്നവർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ലവരായ നിങ്ങളോട് മണവാട്ടി ബിബി ഉമ്മയുടെ പൊരുത്തം കരസ്ഥമാക്കാൻ അള്ളാഹുവിന്റെ ലോകം ഏറെ ആദരിച്ച ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ, അതിലേറെ പിരിശത്തോടെ, ആദരവോടെ പറയട്ടെ, ഒന്നെല്ലാവരും ഇങ്ങോട്ട് മാറി, ഈ സൈഡൊന്ന് ബില്ലാക്കി, ഈ സൈഡൊന്ന് ബില്ലാക്കി. എനിക്ക് അയാളെ നോക്കണ്ട, നിങ്ങൾ എനിക്ക് നാളെ സ്വർഗ്ഗലോകത്ത് കിടക്കുമ്പോ അയാള് കിടന്നിട്ടാകാമെന്ന് നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ അള്ളാഹു നമ്മളെ പറ്റി അങ്ങനെ ചിന്തിക്കും. അയാള് കിടന്നിട്ട് നീ മതി, അയാൾ ആദ്യം സ്വർഗത്തിൽ പോകട്ടെ, പിന്നെ നീ മതി, മുന്നേയായി അയാൾ പ്രവേശിക്കട്ടെ, പിന്നീട് നിനക്ക് വരാമെന്ന് പടച്ചിറപ്പ് നമ്മളെ പറ്റി നാളെ പരലോകത്ത് ചിന്തിക്കാനുള്ള കാരണം, അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് എല്ലാ നന്മയുടെ വഴികളിലും ഞാനും നിങ്ങളും ഇതുപോലെ ചിന്തിച്ചു. അയാൾ പോയിട്ടാവട്ടെ, അയാൾ ഇരുന്നിട്ടാവട്ടെ, അയാൾ കേട്ടിട്ടാവട്ടെ, പിന്നെ ആകാം ഞാൻ എന്ന്. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചവർക്ക് നാളെ സ്വർഗപ്രവേശനം തടയപ്പെടുമെന്ന്, അതല്ലെങ്കിൽ വൈകിക്കപ്പെടുമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല തങ്ങൾ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. നന്മയുടെ എല്ലാ വഴികളിലേക്കും ഞാനും നിങ്ങളും സ്പീഡ് കൂട്ടും. ചെറിയ മക്കൾ ഇടക്കിടക്ക് പോന്നെങ്കിൽ ഇരിക്കണം തന്നെ ഇല്ല, ഇരിക്കണം തന്നെ അല്ല. വയൽ കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ. ചെറിയ കിടായിപ്പോ വയൽ കേട്ടും കേട്ടില്ലെങ്കിലും വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയ കിടാനെ ഉദ്ദേശിച്ച് വെച്ച പരിപാടിയല്ല. അവനെന്റെ ആവശ്യം തീരെയില്ല എന്നല്ല, എന്നാലും അയാൾക്കത് നിർബന്ധമല്ല. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ബാക്കിൽ തന്നെ ഇരുത്തലാണ് ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ കുറച്ചും കൂടി കസേരകൾ ബാക്കിയുണ്ട്. ഒന്ന് സഹകരിക്കും എനിക്ക് ആ സൈഡ്. അത് പിന്നെ ആൾക്കാർ വന്നപ്പോ അങ്ങനെ ഇരുന്നോളൂ. എത്ര കണ്ട് നിങ്ങൾ മുന്നിലിരിക്കുന്നുവോ അത്ര കണ്ട് പടച്ചറപ്പിന്റെ കൂലി അറിയാം. എത്ര കണ്ട് നിങ്ങൾ മുന്നിലിരിക്കുന്നുവോ അത്ര കണ്ട് മലായികത്യങ്ങൾ നിങ്ങളെ ചാരത്തിരിക്കുകയാണ്. എത്ര കണ്ട് നിങ്ങൾ നന്മയുടെ വഴിയിലേക്ക് കടന്നു വരുന്നുവോ അത്ര കണ്ട് നിങ്ങൾ അതവുള്ളവരാണ്. ആദ്യമായിട്ട് നമുക്കുണ്ടാകേണ്ടത് അതവാണ്. അള്ളാഹുവിന്റെ പള്ളിയുടെ മുമ്പില്, മദ്രസകളുടെ മുമ്പില്, മഹത്തുക്കളാകുന്ന മഹാത്മാക്കളാകുന്ന ഔലിയാക്കന്മാരുടെ മുമ്പില്, അവരുടെ മക്കാമുകളുടെ മുമ്പില്, ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്‌ലിസുകളുടെ മുമ്പില്, മഹാന്മാരായ മഹത്തുക്കളായ ആലിമീങ്ങളെ മുമ്പില്, ജന്മം നൽകി കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടി കണ്ട് നമ്മളെ പോറ്റു വളർത്തിയ മാതാപിതാക്കളെ മുമ്പില്, ഗുരുക്കന്മാരുടെ മുമ്പില്, വയസ്സന്മാരുടെ മുമ്പില്, നാട്ടിന്റെ ഉമറാക്കൽ നേതാക്കന്മാരുടെ മുമ്പില് എത്ര കണ്ട് അതപമാന
പാലിക്കണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയധികം ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാണ് നമുക്ക് ആദ്യം വേണ്ടത്. നിസ്കാരവും കാര്യങ്ങളൊക്കെ അത് പിന്നെയാകാം. ഉസ്താദെ കുറച്ച് ഓവറായി തോന്നല്ലോ. ഒരു ഓർവില്ല, ബോധം കെട്ടിട്ടൊന്നും പറയണല്ലോ, ബോധത്തോടു കൂടിയാവുന്ന അഥവാണ് ആദ്യം വേണ്ടത്. അദബ് വേണം, അതബില്ലേ പിന്നെ അവന്റെ ഇബാദത്ത് കൊണ്ട് കാര്യമില്ല. ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു വേള നിങ്ങൾ അറിഞ്ഞതാകാം, കേട്ടതാകാം. ഒരു വേള ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. 14,000 ആണ്ട് സ്വർഗലോകത്ത് അള്ളാഹുവിന് വളരെ ഇബാദത്തെടുത്ത മനുഷ്യനാണ് അസാസിൽ. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല. ഞാനിത് ആമുഖമായി പറയണത് മജ്ലിസ് ഇങ്ങനെയാകാൻ പാടില്ല. കാരണം ഇതൊരു ഡേ നൈറ്റ് മാച്ചിന്റെ മജ്ലിസ് അല്ല, ഇതൊരു ക്രിക്കറ്റിന്റെ മജ്ലിസ് അല്ല, ഇതൊരു 20-20യുടെ ഗ്രൗണ്ട് അല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ മഹത്തുക്കളായ അനവധി നിരവധി കശ്ഫ് കറാമത്ത് കൊണ്ട് ലോകവിശ്രുതരായ ഞങ്ങളെ നാടിന്റെ എല്ലാമായ മഹദി മണവാട്ടിയുമ്മ, ആ മണവാട്ടി ഉമ്മ മറവട്ട് കിടക്കുന്ന പരിശുദ്ധമായ ദർബാറിന്റെ ചാരത്ത് ഇവിടെ നമുക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട സ്വർഗത്തിന്റെ മജ്ലിസ്, തയ്യാറാക്കപ്പെട്ട മജ്ലിസ്. ഇത് സ്വർഗത്തിന്റെ മജ്ലിസാണ്. ആ മജ്ലിസിനോട് നമുക്ക് ചില ബന്ധങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ചില അദബുണ്ട്, മര്യാദകളുണ്ട്. ആദ്യമായിട്ട് ഞാനും നിങ്ങളും പഠിക്കേണ്ടതും അറിയേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അറിയിച്ചു കൊടുക്കേണ്ടതും അദബ് തന്നെയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇപ്പൊ നിസ്കാരമില്ലാത്ത പുള്ളമാരാരി, ഇപ്പൊ നിസ്കാരമല്ല, ഫാഷൻ നിസ്കാരമല്ല, താടി വെക്കും പോലെ. പണ്ടെല്ലാം ചെക്കന്മാർക്കൊന്നും പിന്നെ നിസ്കാരം ഉണ്ടായിട്ടാലോ, ചെക്കന്മാർക്ക് നിസ്കാരമല്ല, വയസ്സന്മാർക്ക് നോമ്പില്ല. പണ്ട് വയസ്സന്മാരെ പണിയെടുക്കാൻ പോകുന്നു, ജോലി എടുക്കാൻ പോകുന്നു, അങ്ങനെ നോമ്പില്ലല്ലോ, കഷ്ടത്തിന്റെ പണി ചെയ്തിട്ട്. ചെക്കന്മാർക്ക് നിസ്കാരം അറിയില്ല. ഇന്ന് ചെക്കന്മാര് നിസ്കാരം 5 അല്ല 10 എത്ര റെഡി. പക്ഷേ എന്താ നമസ്കാരം, ഏതാ നമസ്കാരം? നല്ല പോലെ കേൾക്കണമിത്, നല്ല പോലെ കേൾക്കണമിത്, നല്ല പോലെ കേൾക്കണമിത്. ആരാധനകൾ പിന്നെ ആദ്യമുണ്ടാകേണ്ടത് അദബ്. തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽമി. സഹാബികളുടെ ചരിത്രം അങ്ങനെയാ, മഹത്തുക്കളുടെ ചരിത്രം അങ്ങനെയാ. അവർ ഇൽമു പഠിക്കുന്നതിന് മുമ്പ്, ദീന പഠിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ നിലപാടുകൾ, അതിന്റെ വിധിവിധാനങ്ങൾ, രൂപഭാവങ്ങൾ, അതിന്റെ കാര്യങ്ങളൊക്കെയും പഠിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് അവർ പഠിച്ചിരുന്നത് പിന്നെ അദബാണ്, മര്യാദയാണ്. വലിയവരുടെ മുമ്പില, നേതാക്കളെ മുമ്പില, ആദരണീയരുടെ മുമ്പില, മഹത്തുക്കളുടെ മുമ്പില, പള്ളികളുടെ മുമ്പില, അതുപോലെ തന്നെ അല്ലാഹു ആദരിച്ചവരുടെ മുമ്പില, അല്ലാഹു ആദരിച്ച സ്ഥലങ്ങളില് ഏത് രീതിയിൽ നമ്മൾ അദബുള്ളവരാകണം, മര്യാദയുള്ളവരാകണമെന്ന് ആദ്യമായിട്ട് മഹത്തുക്കൾ പഠിച്ച കാര്യം അതാണ്, അദബായിരുന്നു. 14,000 ആണ്ട്. ഒരിക്കൽ കൂടി കേട്ടോ, നന്നായിട്ട് കേട്ടോ. 14,000 ആണ്ട് സ്വർഗത്തിന്റെ കാവലുകാരനായിരുന്നുവല്ലോ അസാസിൽ. 14,000 ആണ്ട് ധാരാളം അവിടെ ഇബാദത്തെടുത്തവനാണ് അസാസിൽ. 14,000 ആണ്ട് ജിബ്രീൽ അടക്കമുള്ള കോടാനക്കോടി മലായികത്തീങ്ങളെ ഉസ്താദാണ് അസാസിൽ. എന്നിട്ട് പോലും ഒരു സുപ്രഭാതത്തിൽ പടച്ച തമ്പുരാൻ അവന്റെ സകല ഇബാദത്തുകളും ബാത്തിലാക്കി, അവന്റെ എല്ലാ അമലുകളെയും നിഷ്ഫലമാക്കി, അവനേതാ സ്വർഗലോകത്ത് നിന്ന് പടിയടച്ചു പിണ്ടം വെച്ചു അവനെ പുറത്തിട്ടോ, അവനെ ശപിച്ച് ആട്ടിവിട്ടോ. അല്ല, അവന്റെ പേര് പിന്നെ അസാസിൽ എന്നല്ല, അവന്റെ പേര് തന്നെ മാറ്റപ്പെട്ടു, ഇബ്ലീസ് എന്നായി. ആരാണവൻ? ആദ്യം ആരായിരുന്നു അവൻ? ജിബ്രീലിന്റെ ഉസ്താദാൻ, മീകായിലിന്റെ ഉസ്താദാൻ, കോടാനക്കോടി മലായികത്തീങ്ങളെ ഉസ്താദാൻ. മാത്രമല്ല ധാരാളം അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് സുജൂദ് ചെയ്ത വലിയൊരു ആബിദായ ആളാണ്.
വലിയൊരു അബിദായ വ്യക്തിയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പടച്ച തമ്പുരാൻ അയാളടക്കമുള്ള മലായികത്തുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ആദമിനെ ബഹുമാനിക്കണേ, ആദമിനെ ഞാൻ ആദരിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഉസ്തുദൂ ലി ആദം, ആദമിനെ നിങ്ങൾ ആദരിക്കണേ, ആദമിന്റെ മുമ്പിൽ തലകുണിക്കണേ. ഫസജദൽ മലായിക, എല്ലാ മലായികത്തുകളും അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ച് ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തലകുണിച്ചപ്പോ അല്ലാഹ് ആദരിച്ച ആദമിനെ മലായികത്തുകൾ ആദരിച്ചപ്പോ അബാ വസ്തക്ബറ, 14,000 ആണ്ട് സ്വർഗത്തിന്റെ കാവലുകാരനായി, 14,000 ആണ്ട് സുഖലോക സ്വർഗത്തിൽ സുജൂദിട്ട ആബിദായി, 14,000 ആണ്ട് ജിബ്രീൽ അടക്കമുള്ള ഉസ്താദുമാരുടെ, ജിബ്രീൽ അടക്കമുള്ള മലായികത്തുകളുടെ ആദരണീയരായ ഗുരുവായി അവിടെ വസിച്ചിരുന്ന് ഇബ്ലീസ് ആദമിനെ ബഹുമാനിച്ചില്ല, ആദമിനെ ധിക്കരിച്ചോ, അതബ് കാണിച്ചില്ല. കേൾക്കണമിതാ, നല്ല പോലെ കേൾക്കണമിതാ. അതമില്ലാതെ പോയ കുരുകുരുത്തം കെട്ടവരായി മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങളെ ചെറുപ്പക്കാര് കേൾക്കണമിതാ. ആലിമിന്റെ വിലയറിയാതെ, സയ്യിദമാരുടെ മഹത്വം അറിയാതെ തോന്നിയതുപോലെ പെരുമാറുന്ന നേതാക്കൾ അറിയണമിത്, എല്ലാവരും അറിയണമിത്, ഞാനടക്കമുള്ളവരറിയണം. നമുക്കെന്ത് പള്ളിയാ, നമുക്കെന്ത് മദ്രസയാ, നമുക്കെന്ത് മണവാട്ടി ബീവിയുമ്മയാ, കാര്യം നടക്കോളമല്ലേ നമുക്കവർ വേണ്ടത്. പിന്നെ മണവാട്ടി ബീവിയുമ്മയില്ല, പിന്നെ പള്ളിയില്ല, ആലിമിന്റെ വിലയറിയില്ല. ഇതുപോലെയുള്ള മജ്ലിസിന്റെ മഹത്വം നമുക്കറിയില്ല. ഇത് കേവലം ഒരു ചടങ്ങ്. നിങ്ങളെ പറ്റി പറയുന്നതല്ല, നിങ്ങളെ പറ്റി പറയുന്നതല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, നിങ്ങൾ ബേജാറാക്കിയെങ്കിൽ എനിക്കൊരു വസ്തു ബേജാറും ഇല്ല. അത്ര വലിയ ഇതാക്കിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള പോലെ പറയാമല്ലേ. ഇപ്പൊ നിങ്ങളെ പറ്റി പറഞ്ഞല്ല, ഇന്നിപ്പോ ഇതെല്ലാം ഒരു ചടങ്ങ് മാത്രം, കേവലം ഒരു ചടങ്ങ് അല്ലെ. ചിലയിടത്തെല്ലാം ഇതൊരു കച്ചവടം. ചില വോയിസുകളിലും ചിലയിലൊക്കെ ഉസ്താദ്മാർ ഭയങ്കര പൈസ മേങ്ങുന്ന അങ്ങനെ ഉണ്ടാവാം, ഞാനില്ല നിഷേധിക്കുന്നില്ല, ഉണ്ടാവാം. പക്ഷെ അവരെ മാത്രം കുറ്റപ്പെടുത്തണ്ട, അവരെ മാത്രം കുറ്റപ്പെടുത്തണ്ട. അങ്ങനെ പൈസ വാങ്ങുന്നവരുണ്ട്, ഇല്ല എന്നല്ല. മഹാനായ സയ്യിദുൽ ഉലമ തങ്ങളടക്കം പറഞ്ഞല്ലോ, ശരിയല്ല. ആ ഒരു ദഅവത്തിന്റെ ശൈലി, ആ ഒരു ദീനി പ്രബോധനത്തിന്റെ ശൈലി, അങ്ങനെയുള്ളൊരു രൂപം അത് ശരിയല്ല. ഏറ്റവും ആദ്യമായി വേണ്ടത് ഇഖ്ലാസാണ്. അല്ലാഹുവിന്റെ വചനാഗണമ ഈ പ്രവർത്തനങ്ങള് പടച്ച റബ്ബ് ഖബൂൽ ചെയ്യട്ടെ, മരണം വരെ ആ നിലക്കാക്കി തരട്ടെ. ഉണ്ടാകാം, ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു വേള കാശ് വാങ്ങി പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മാത്രം കുറ്റം പറഞ്ഞാ മതിയോ, അവരെ മാത്രം ആക്ഷേപിച്ചാ മതിയോ, അവർക്കെതിരെ മാത്രം പോസ്റ്റ് ഇട്ടാ മതിയോ? അവരെ കൊണ്ടുവന്ന സംഘാടകരെയും 4 പിടിക്കണ്ടേ? പിടിക്കണം. കാരണം എന്താ? സംഘാടകർ ആദ്യം തീരുമാനിച്ചു, ഇന്നാളെ കൊണമെങ്കിൽ 1.5 ലക്ഷം പിരിയോ, അല്ലെങ്കിൽ പിരിയല്ല, അപ്പൊ അയാൾ തന്നെയാണോ? ഇത് പൊയ്യ കച്ചവടാക്കുന്നിട്ട് 1.5 ലക്ഷം പിരിയ. കഴിഞ്ഞ കൊല്ലം ഉറൂസിന്റെ വേലന്റെ പരിപാടി വെച്ചിട്ട് 10 ദിവസമായി, 16 ദിവസമായി. എന്നിട്ട് ഇക്കൊല്ലം കണക്ക് കൂട്ടുമ്പോ, അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ ഉറൂസിന് മീറ്റിംഗ് കൂടിയപ്പോ കമ്മിറ്റിക്കാരിൽ ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞതറിയോ? ഇന്നത്തെ കഥയല്ല, പ്രസിഡന്റിനോട് ചോദിക്കണ്ട, ആ ഉദാഹരണം പറയുന്നയാ. അവർ പറഞ്ഞതറിയോ? ഈ പ്രാവശ്യം മീറ്റിംഗ് കൂടിയപ്പോ, ഈ പ്രാവശ്യം പരിപാടി വെക്കാൻ തീരുമാനിച്ചപ്പോ കഴിഞ്ഞ പരിപാടിയുടെ സംഘാടകർ പറഞ്ഞതറിയോ? ഇക്കൊല്ലം 10 ദിവസം വേണ്ട, അല്ലെങ്കിൽ 5 ദിവസം വേണ്ട, 3 ദിവസം മതി, അല്ലെങ്കിൽ 7 ദിവസം മതി. എന്തേ? കഴിഞ്ഞ കൊല്ലം ഭയങ്കര നഷ്ടം. നീ എന്ത് കരിമ്പ് കച്ചവടക്കാ നഷ്ടമാ? എന്ത് നഷ്ടം? അപ്പൊ നമ്മുടെ ഉദ്ദേശം ശരിയില്ല. അവരെ മാത്രം പറയണ്ട. ആരാ കാശ് വാങ്ങി അവരെ മാത്രം പറയണ്ട. കാശ് വാങ്ങുക, കാശ് കൊടുക്കുക, അവര് തെറ്റായ കാര്യമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഈ വില പേശുന്നുണ്ടല്ലോ, ഈ സുബ്രഹ്മണ്യത്ത് പോത്തന കൊണ്ടുവരും മാതിരി
1.5 കോടി അല്ലെങ്കിൽ 2 കോടിയാന്ന് 1.5 അല്ലേ? ഞാൻ ഇപ്പൊ ഇതാരും സൂചിപ്പിച്ച് പറയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് അറിയില്ല, എനിക്കത് അനുഭവമല്ല. ഞാൻ ഇത് വെറുതെ പറയല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. പക്ഷെ അങ്ങനെ പറയപ്പെടുന്നു അലാമാക്കില്ല. ഇരിക്കട്ടെ, അത് 2 ഭാഗത്തൊന്നും ശരിയല്ല. ഇരിക്കട്ടെ, ഇന്നിതിന്റെ മഹത്വം കുറഞ്ഞു പോയത് എങ്ങനെയാ? ഇന്നിതിന്റെ മഹത്വം കുറഞ്ഞു പോയത് എങ്ങനെയാ? ഇതിന്റെ എഫക്ട് കുറഞ്ഞു പോയത് എങ്ങനെയാ? ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ കൊണ്ടുള്ള ഉപകാരം കിട്ടാതെ പോകുന്നത് എങ്ങനെയാ? ഇഖ്ലാസില്ല, നിയ്യത്ത് നന്നല്ല. അവരുടെ വലാല് പലരും ചാകുന്നവർ സുബ്ഹാനല്ലാഹ്. സച്ചരിതരായ സദവൃതരായ മഹത്തുക്കളായ അല്ലാഹുവിന്റെ മുൻകാല മഹാന്മാർ അവരുടെ ഉപദേശം കേട്ട്, അവരുടെ വേല കേട്ട്, അവരുടെ പ്രഭാഷണം കേട്ട് അവരോട് വലാല് പലരും ചാകുന്നു. എത്ര ജനങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടതാ? എത്ര ജനങ്ങൾക്ക് അത് മാറ്റത്തിന്റെ മാറ്റൊലിയായതാ? എത്ര ജനങ്ങൾക്ക് അത് ഹൃദയത്തിൽ തട്ടിയതാ? എത്ര ജനങ്ങൾക്ക് അവരുടെ സ്വഭാവം മാറ്റാൻ, അവരുടെ സംസ്കാരം മാറ്റാൻ, അവരുടെ നിലപാടുകൾ മാറ്റാൻ, അവരുടെ കഴിഞ്ഞ കാല ദുസ്വഭാവങ്ങളെല്ലാം മാറ്റി സൽസ്വഭാവികളായി ജീവിക്കാൻ എത്ര മഹാന്മാർക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ് നല്ല കാലത്ത് നല്ല വേല ഉപകാരപ്പെട്ടതാ? അന്ന് നല്ല കാലമാ, നല്ല ഇഖ്ലാസാ, നല്ല നിയ്യത്താ. ഇന്നത് തീരെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അത്ര കണ്ടില്ല, അതുപോലെ ഇല്ല. കേവലം ചടങ്ങ് അല്ലേ? കണ്ട വേൽ തുടങ്ങിയിട്ട് അപ്പോഴൊക്കെ പോവാൻ കഴിഞ്ഞിട്ട ആൾക്കാർ 2020 ആണെങ്കിൽ 20 ഓവർ തേച്ചിരിക്കട്ടെ. കേക്കണം, ഇത് എത്ര ആളുടെ പുറത്ത് എത്ര ആളുടെ. പിന്നൊന്നും അവരൊന്നും കുറ്റപ്പെടുത്തണ്ട. വയലിന് ആരും വയലിന് വരുന്നില്ല. ഉറപ്പോഴും പുറത്തന്നല്ലേ, ഉറപ്പോഴും പുറത്തന്നല്ലേ, ഓറൊന്നും വയൽ കേൾക്കളില്ലല്ലോ. അയാൾ എപ്പോഴും വരുന്നുണ്ട് നാട്ടിൽ നിന്ന് രക്ഷയും പിടിച്ചിട്ട്. പക്ഷെ ഇന്നോളം സദസ്സിൽ കണ്ടിട്ട, അല്ലെങ്കിൽ ഈടെ വയലിന്റെ അവിടെ കണ്ടിട്ട എന്നാരും ഒരാളെയും കുറ്റം പറയണ്ട. കാരണം തരാം, ഇതുപോലെയുള്ള മജ്ലിസിൽ വന്നിട്ടിരിക്കാൻ കേവലം വന്നതുകൊണ്ട് മാത്രം എത്തിക്കൊള്ളണമെന്നില്ല, സൗകര്യമുള്ളത് കൊണ്ട് മാത്രം എത്തിക്കൊള്ളണമെന്നില്ല, മനസ്സുള്ളത് കൊണ്ട് മാത്രം എത്തിക്കൊള്ളണമെന്നില്ല, ആരോഗ്യമുള്ളത് കൊണ്ട് മാത്രം എത്തിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇതുപോലെയുള്ള മജ്ലിസുകളിൽ വന്നിട്ടിരുന്ന അല്ലാഹുവിന്റെ ദീന് കേൾക്കാൻ ആദ്യമായിട്ട് വേണ്ടത് അവന് സൗകര്യങ്ങളല്ല, ആരോഗ്യമല്ല, പണമല്ല, ഇഷ്ടം പോലെ സമയമല്ല, മനസ്സുമല്ല. ആദ്യമായിട്ട് വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് ഇബാദത്താണ്. ആദ്യം വേണ്ടത് തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ ഇരുന്നവർ ഭാഗ്യവന്മാരാണ്. ഒരുക്കപ്പെട്ട മജ്ലിസ്, തയ്യാറാകപ്പെട്ട മജ്ലിസ്, മാലാഖമാരുടെ സംഗമവേദിയാകുന്ന മജ്ലിസ്. അവിടെ ആരാണോ വന്നിരുന്ന് വേല കേൾക്കുന്നത് അവർക്കുള്ള മഹത്വമല്ല ഗേറ്റിന്റെ പുറത്തിരുന്നിട്ട് വേല കേൾക്കുന്നവർക്ക്, ഓട്ടോറിക്ഷകളിലും മറ്റു വണ്ടികളിലും ഇരുന്നിട്ട് വേല കേൾക്കുന്നവർക്ക് ഇവിടെ ഇരുന്നിട്ട് കേട്ടതായ മഹത്വമോ കൂലിയോ നൽകപ്പെടില്ല. ഇതാണ് സ്വർഗത്തിന്റെ മജ്ലിസ്. ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇതാണ് സ്വർഗത്തിന്റെ തോപ്പ് എന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ഉസ്താദേ, അവർക്ക് ഗുണമില്ലേ? അവർ കേട്ടത് വയലല്ലേ? വയല് തന്നെയാണ്, കേട്ടത് വയൽ തന്നെയാണ്. ചിലപ്പോ നിങ്ങളെക്കാളേറെ ഉഷാറിൽ ഓറെ കേട്ടെന്നിരിക്കാം, അവർക്കും ഇതിന്റെ ഗുണം ലഭിച്ചെന്നിരിക്കാം. പക്ഷേ ഈ നല്ല മജ്ലിസിൽ ഇരുന്നിട്ട് കേട്ടതിന് ആ കേട്ടത് തുല്യമല്ല, സംശയമില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്റെ വിഷയം ഇതല്ല, ആമുഖമായി ഞാനിതൊന്നു പറയുകയാ. തങ്ങൾ ഇവിടെ വരികയല്ല,
വലിയവരായ മഹാന്മാർ വരികയല്ലേ. അവർ വരുമ്പോ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളെ മജ്‌ലിസ് ഒന്ന് ഭംഗിയാക്കലാണ്. ഞങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അദബും ഗുരുത്വവും അവിടെയാണ്. അദബുള്ളവരാകണം നമ്മള്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സാധാരണ ജുമാ കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് മുസ്തഫ നബി തങ്ങളോടൊപ്പമുള്ള സമ്പർക്കവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അലിയാർ തങ്ങൾ സാധാരണ വീട്ടിലെത്തുന്ന സമയമുണ്ട്. പക്ഷേ ഒരവസരം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളതാ സാധാരണ വീട്ടിലെത്തുന്ന സമയത്തിനേക്കാളും ഒരിത്തിരി വൈകി ലേറ്റായിട്ട് വീട്ടിലെത്തി. ലേറ്റായി ഫാത്തിമ ബീവിയുടെ അടുത്തെത്തുമ്പോ, മഹദിയുടെ വീട്ടിലെത്തുമ്പോ, മഹദിയുടെ ചാരത്തെത്തുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പതിവിലേറെ വൈകിയാണ് വന്നത്. മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ല ഭർത്താവേ വൈകിയതെന്തേ, ലേറ്റായതെന്തേ? സാധാരണ വരുന്ന സമയം കഴിഞ്ഞല്ലോ, എപ്പോഴും ഇങ്ങനെയല്ലല്ലോ, ഇന്നെന്തേ ലേറ്റായതോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞ മറുപടി, അതേ ഫാത്തിമ, ഞാൻ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്നിട്ട് വരികയാണ്. സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് ഇറങ്ങി വരികയാ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, സ്വർഗത്തിന്റെ അനുഭൂതികൾ പെയ്തിറങ്ങുന്ന, സ്വർഗത്തിന്റെ സമാധാനവും ശാന്തിയും പെയ്തിറങ്ങുന്ന, സ്വർഗസ്ഥരായ മാലാകമാരുടെ നിരന്തര സമ്പർക്കം ഇറങ്ങുന്ന നല്ല മജ്‌ലിസിൽ നിന്നിട്ട് വരികയാണ്. അതാണ് വൈകിയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ദുനിയാവിലൊരു സ്വർഗമോ, ഈ ഭൂമി മണ്ണിലൊരു സ്വർഗമോ, നിങ്ങൾ എന്താണ് ഈ പറയണത് എന്ന് ചോദിച്ചപ്പോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, അതെ ഫാത്തിമ, പൊന്നാര നബി തങ്ങളെ ഇൽമിന്റെ മജ്‌ലിസ് അവിടെ നടക്കുകയാണ്. പരിശുദ്ധമായ മദീന മണ്ണില് മസ്ജിദുൻ നബവിയില് നൂറുകണക്കിന് സഹാബികൾ ഒത്തൊരുമിച്ചിട്ട് മുസ്തഫായ നബി തങ്ങൾ ഉപദേശം നൽകുന്നു, ദീനിന്റെ പ്രബോധനം നടത്തുന്നു, വഅദ് പറയുന്നു, അല്ലാഹുവിന്റെ കലാം സംസാരിക്കുന്നു, മസ്അല പഠിപ്പിക്കുന്നു. അത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് പുണ്യനബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ആ സ്വർഗത്തിന്റെ തോപ്പ്. അതിന്ന് ക്ലാസ് കഴിയുമ്പോ, ഇന്ന് നബി തങ്ങളെ വഅൽ അവസാനിക്കാരാകുമ്പോ ഒരിത്തിരി വൈകി ഫാത്തിമ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് ഇറങ്ങി വരികയാണെന്ന്. ഭൂമിയിലുള്ള സ്വർഗത്തിന്റെ പൂങ്കാവനമാണിത്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, സ്വർഗസ്ഥരായ മുഅ്മിനീങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ നല്ല മജ്‌ലിസ്, ഇത് കളഞ്ഞു കുളിക്കണോ? ഇതിന്റെ മഹത്വം അറിയാതെ പുറത്തിരുന്നിട്ട് വഅദ് കേൾക്കണോ? ഈ മജ്‌ലിസിന്റെ ചേലും കോലും നന്നാക്കാതെ അറിയാത്ത ബാർബർ മുടിയെടുത്തതുപോലെ സദസ്സിനെ അലങ്കോലമാക്കണോ? പാടില്ല, ശരിയല്ല. അതിനാണ് ആദ്യം പറഞ്ഞ മജ്‌ലിസ് ഒന്ന് ഭംഗിയാവണം. ഇപ്പൊ ഭംഗിയായി, എന്നാലും പൂർണ്ണമായി എന്ന് അവകാശപ്പെടുന്നില്ല. ഇപ്പോഴും ഒരു സൈഡിൽ അറിയാത്ത ബാർബർ മുടിയെടുത്ത മാതിരി തന്നെ ഉണ്ട്. ഇന്ത്യ അതങ്ങനെ ഒരുപാട് ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു ഡേ നൈറ്റ് മാച്ചിന്റെ ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ പാഞ്ഞിരുന്നതെങ്കിൽ ബാക്കിലിരിക്കോ മുമ്പിലിരിക്കോ, അല്ല ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിരിക്കോ? വയസ്സന്മാർ പോലും ഷുഗർ പിടിച്ചിട്ട് കബറിലേക്ക് കാലെടുത്ത് വെച്ച വയസ്സം പോലും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പാഞ്ഞല്ലോ ഗ്രൗണ്ടിലേക്ക്. ഞാൻ ഫസ്റ്റ് ഇരിക്കുന്നു. എന്തേ എനക്ക് ഗടി കാണണം, 4 ഗടി 4 ലൈൻ ഇല്ലേ? ഇത് പിന്നെ ഇത്ര മതി, അത് മതി. ഇന്നലെ വേല, പിന്നത് വേല, യൂട്യൂബില് വേല, അങ്ങനെ വേല, ഇങ്ങനെ വേല, നീട്ടുന്ന വേല, നീട്ടാത്ത വേല, കൊല്ലത്തെ വേല, കിടുത്ത വേല, ഇത് മതി. ഞമ്മ അത്ര മാർക്കിട്ടിട്ടുള്ളൂ. ഇതിന്റെ ഗുണം അറിയില്ല.
എല്ലാ മഹത്തുക്കളൊക്കെയും എവിടെ? പഴയ പ്രതാപം എവിടെ? പഴയ ഈമാൻ എവിടെ? പഴയ കാലം എവിടെ? അന്ന് കവലകൾ തോറും വാലില്ല, മഹല്ലുകൾ തോറും പ്രഭാഷണങ്ങളില്ല, ഇതുപോലെ നല്ല ലൈറ്റുകളില്ല, വെളിച്ചമില്ല, സൗകര്യപ്രദമായ റോഡുകളില്ല. എന്നിട്ട് പോലും ആ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഞങ്ങളെ കാക്ക കാരണവന്മാർ, ഞങ്ങളെ ബാപ്പ കാരണവന്മാർ, ഇന്നലകളിൽ ജീവിച്ച വയസ്സന്മാർ സുബ്ഹാനല്ലാഹ് ചൂട്ട് കത്തിച്ചിട്ടായിരുന്നുവല്ലോ അവർ അങ്ങനെ നാടും നഗരവും കിടന്നിട്ട് വയല് കേൾക്കാൻ പോയത്. വയല് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് അവിടെയുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ് കരഞ്ഞു കലങ്ങിയ റബ്ബിനോട് ദുആരന്നിട്ട് ആമീൻ പറഞ്ഞ് പിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹി ബാങ്കാണ്. എന്നാലും അവർക്കെന്നത്താ നടത്തുമോ പോകോ? ആ ഇരുട്ടുള്ള സമയത്തുള്ള അവരുടെ യാത്രയോ, ചൂട്ടുപിടിച്ചിട്ട് കുന്നും മലയും താണ്ടിയിട്ടുള്ള യാത്രയോ അന്നവർക്കതൊരു ഭാരമായില്ല. കാരണം അവർക്ക് നല്ല മനസ്സുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ നല്ല ഈമാൻ ഉണ്ടായിരുന്നു. എല്ലാത്തിനേക്കാളുപരി അത് നല്ല കാലമായിരുന്നു. എന്നാ കേട്ടോ, നല്ല പോലെ കേട്ടോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നന്നാകണോ, പൈകക്കാരെ നിങ്ങൾ നന്നാകണോ, പരിസരക്കാരെ നിങ്ങൾ നന്നാകണോ, എന്റെ വയല് കേൾക്കുന്ന എല്ലാവരും ഞാനടക്കമുള്ളവർ നന്നാകണോ, സ്വാലിഹീങ്ങളാകണോ. നബി തങ്ങൾ പറയുന്നത് ഒരൊറ്റ ഓപ്ഷനാണ്, നിങ്ങൾ സ്വാലിഹാകാൻ, നിങ്ങൾ നല്ലവരാകാൻ, നിങ്ങൾ സച്ചരിതരാകാൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ പാത്രീഭൂതരായ പടച്ച റബ്ബിന്റെ യഥാർത്ഥ അടിമകളാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ഏതാണത്? ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. അതേ, മുൻഗാമികൾ നന്നായത് ഏതുകൊണ്ടാണോ? മുൻഗാമികളായ മഹാന്മാർ എന്ത് കർമ്മങ്ങൾ ചെയ്തിട്ടാണോ സ്വാലിഹീങ്ങളായത്? ഏത് നയനിലപാട് സ്വീകരിച്ചിട്ടാണോ സ്വാലിഹീങ്ങളായത്? ഏത് ആരാധനകൾ ചെയ്തിട്ടാണോ സ്വാലിഹീങ്ങളായത്? ഏത് നന്മകൾ ചെയ്തിട്ടാണോ സ്വാലിഹീങ്ങളായത്? മുൻഗാമികളായ ആ മുഅ്മിനീങ്ങൾ എന്ത് ആരാധനകൾ ഏത് രീതിയിൽ ജീവിച്ചിട്ടാണോ സ്വാലിഹീങ്ങളായത്? അതേ നിലപാട് നിങ്ങൾ സ്വീകരിക്കാതെ, ആ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാതെ, ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങാതെ, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, നിങ്ങൾ സ്വാലിഹീങ്ങളാവില്ല. ശഫീഉനാ റസൂലുള്ളാഹ്, അവർക്ക് പറയണം ശഫീഉനാ റസൂലുള്ളാഹ്. മുൻഗാമികളെ തള്ളിപ്പറഞ്ഞിട്ട് നമുക്കൊരു ഇസ്ലാമില്ല, മുൻഗാമികളെ അവഗണിച്ച് നമുക്കൊരു ദീനില്ല. നല്ല പോലെ കേൾക്കണം. വർത്തമാന കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ധാരാളം വയലുണ്ട്, ധാരാളം ഉറൂസിന്റെ വേദികളുണ്ട്, ധാരാളം സദസ്സുകളുണ്ട്, ധാരാളം മജ്ലിസുന്നൂറിന്റെ മജ്ലിസുകളുണ്ട്. എന്നിട്ട് പോലും അതാ ഇന്ന് ജനങ്ങൾക്ക്, പഴയ ജനങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള ഗുണങ്ങളോ നേട്ടങ്ങളോ കിട്ടുന്നില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം ഞങ്ങളെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, ഞങ്ങൾ ശരിയായിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങിട്ടില്ല. പടച്ച റബ്ബ് പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. എന്താ പടച്ച റബ്ബ് പറഞ്ഞത്? വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. അതേ, അല്ലാഹ്
അല്ലാഹുവിന്റെ ഭീകരമായ കഠിനമായ കഠോരമായ അദാബ് നിങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. പൂർണ്ണമായും നിങ്ങള് അല്ലാഹുവിലേക്ക് സമർപ്പിക്കണേ. ശരിക്കും നിങ്ങൾ മുസ്ലിമാകണേ. കർമ്മങ്ങളില്, ആചാരങ്ങളില്, വിശ്വാസങ്ങളില്, വേഷവിധാനങ്ങളില്, സംസാരങ്ങളില്, സംസ്കാരങ്ങളില്, നയനിലപാടുകളില്, ബന്ധം ചേർക്കുന്ന വിഷയങ്ങളില് എല്ലായിടത്തും നിങ്ങൾ ശരിക്കും മുസ്ലിമീങ്ങളാകണം. പേരുകൊണ്ട് മാത്രം മുസ്ലിമാകരുത്, നാമം കൊണ്ട് മാത്രം മുസ്ലിമാകരുത്. ഇന്നിപ്പോ നല്ല നല്ല പേര്, ഓരോരുത്തരുടെ പേര് കേൾക്കുമ്പോ 1000 വട്ടം ഓനെ മുത്തിറാൻ തോന്നുന്നു. അങ്ങനത്തെ പേര് ഓരോരുത്തരുടെ പേര് അല്ലേ? ഓരോരുത്തരുടെ പേര് കേട്ടെങ്കിൽ ഉള എടുക്കണോ, അവന്റെ പേര് ചെല്ലണമെങ്കിൽ ഉള എടുക്കണോ, അങ്ങനത്തെ പേര്, അങ്ങനെയുള്ള പേര് അല്ലേ? അത് ഗൾഫിൽ നിന്ന് അറബി ചൊല്ലി കൊടുത്ത പേരോ അല്ല, നെറ്റിൽ സെർച്ച് ആക്കിയിട്ട് എടുത്ത പേരോ അല്ല, 5-6 ഉസ്താദുമാരിൽ കേട്ട പേരോ അല്ല. പണ്ട് ഇപ്പൊ ഉസ്താദുമാരിലൊന്നും കേൾക്കല്ല, ഇപ്പൊ നെറ്റും പോയിട്ട് എടുത്ത് നോക്കല. കുവൈത്ത് നായക്കുന്ന പേര് ഇപ്പൊ അങ്ങനെ. ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഒരു ഇത്താക്ക് കുഞ്ഞുണ്ടായെങ്കിൽ, ഏതെങ്കിലും ഒരു ഉമ്മ വാപ്പാക്ക് ഒരു പൈതൽ ജനിച്ചെങ്കിൽ പിന്നെ അതിന്റെ പേര് ഏത് പേര് അത് ബഹ്റൈന്ന് ഇയാളാപ്പ അയച്ചിട്ടുണ്ടായിന്. അത് ക്യാൻസൽ ആക്കിയിട്ട് മൂത്താപ്പ കുവൈറ്റ് അയച്ച പേര് സെലക്ട് ആക്കിയത്. എന്ത് ബദാം അല്ല പിസ്തെ അല്ലെ? കുവൈത്തും ബഹ്റൈനാക്കാൻ ഇത് എന്തെന്ന് മനസ്സിലായിട്ട? എന്താ ഇതിന്റെ അർത്ഥം? എന്ത് അർത്ഥം ആർക്കറിഞ്ഞു? അപ്പൊ പിന്നെ എന്ത് അതിന്റെ അർത്ഥം? അപ്പൊ ഞങ്ങല്ലേ വയ്യ ഞമ്മ കേട്ടിട്ടായി. പിന്നെ ഞമ്മ ചോദിച്ചതിന്റെ ശേഷം ഞമ്മളോട് അപ്പൊ എന്ത് അതിന്റെ അർത്ഥം? കിടാന വയസ്സ് 8 ഇനിയിപ്പൊ അർത്ഥം അറിഞ്ഞത് അറിഞ്ഞില്ല. ഇനി അർത്ഥം എന്ത് കുന്തായെങ്കിലും ഇട്ടിട്ടായില്ലേ? 8 കൊല്ലായില്ലേ? ഇനി ഇപ്പോഴാ അർത്ഥം വന്ന് ഉറങ്ങിയടിച്ചില്ല കൂർക്കം വലിക്കുന്ന ഉറക്കൽ വലിക്കണ്ടേ കൂർക്കം? ഇത് 8 എല്ലാം കഴിഞ്ഞ് കിടാനും നല്ല കട്ട താടിയും വീശെല്ലാം വന്നതിന് ശേഷം വന്നിട്ട് ഉസ്താദ കിടാന്റെ പേരിന്റെ അർത്ഥം എന്ത്? അർത്ഥം എന്ത് കുന്തായെന്തേന്? ഇനി പെരുപ്പാമ്പെന്നായിക്കോട്ടെ, എന്തിപ്പ ഇനി? അതൊക്കെ ആദ്യം ചെയ്യേണ്ടതാണ്. പിന്നെ ആ പേര് വെക്കണ്ടേ, അർത്ഥം കേൾക്കണ്ടേ പിന്നെ ഇരിക്കട്ടെ. ഓരോരുത്തരുടെ പേര് കേട്ട, ചില ആൾക്കാരുടെ പേര് കേട്ട റഹ്മാനായ റബ്ബ് എന്തോരം പേര് അല്ലാഹ്. പക്ഷെ കർമ്മങ്ങളോ പ്രവർത്തനങ്ങളോ വളരെ മോശം, വളരെ മോശം. ഇല്ല, നന്മകളില്ല, സുഹൃതങ്ങളില്ല, അതബില്ല, കുരുത്തമില്ല, വലിയവരുടെ വിലയറിയില്ല, നൊന്തുപറ്റ ഉമ്മാനെ മനസ്സിലായിട്ടില്ല, കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടി കണ്ട് പോറ്റു വളർത്തിയ, പകലില്ലാതെ അധ്വാനിച്ച് എല്ലാം കൊണ്ടും വേദന സഹിച്ച് പോറ്റു വളർത്തിയ ബാപ്പാന്റെ മഹത്വം അറിയാത്ത മക്കള്, അതേ തന്നെ മാത്രം ആശ്രയിച്ച് കടന്നു വന്ന, തന്നിലേക്കെല്ലാം സമർപ്പിച്ച് കടന്നു വന്ന കൂടപ്പിറപ്പിങ്ങളായ ആങ്ങളമാര്, ജ്യേഷ്ഠനിജത്തിമാര്, നൊന്തുപെറ്റ മാതാപിതാക്കള്, കളിച്ചുല്ലസിച്ച് നടന്ന വീട് പറമ്പുകള്, വരാന്തകള് എല്ലാം ഉപേക്ഷിച്ച് തന്നെ മാത്രം ആശ്രയിച്ച് അവലംബമാക്കി കടന്നു വന്ന ഭാര്യ, ആ ഭാര്യയോട് നല്ല പിരിശപ്പാടോട്, നല്ല സന്തോഷത്തോടെ, നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഭർത്താക്കന്മാർ ഇല്ല. നല്ല മക്കളില്ല, നല്ല മാപ്പിളമാരില്ല, നല്ല ഭാര്യമാരില്ല. അതെങ്ങനെ ഉണ്ടാവല്? അങ്ങനെ ഉണ്ടാവില്ല. ഇത് മൂന്നും ഒന്നാണ്. ഇതിൽ മൂന്നും വേറല്ല. നല്ല മക്കള്, നല്ല ഭാര്യ, നല്ല മാപ്പിള, സംഗതി ഇത് മൂന്നും ഒന്ന. ഇത് മൂന്നാണ്. ഇത് മൂന്നുണ്ടെങ്കിലേ ഒന്നുണ്ടാവും. ഇത് ഏതെങ്കിലും ഒന്ന് ഇതിന്റെ ലിങ്ക് പൊട്ടിയെങ്കില് അത് പോയി, പിന്നെ ഒന്നും ഉണ്ടാവില്ല. മാപ്പിള ഇല്ലാണ്ടെങ്ങനെ ഭാര്യ, മാപ്പിള ഇല്ലാണ്ടെങ്ങനെ മക്കള്? മനസ്സിലായില്ല? ബ്ലൂടൂത്തിൽ സെൻഡ് ചെയ്യുന്നല്ലോ. മനസ്സിലാവുന്നില്ല? അപ്പൊ ഇത് മൂന്ന് നന്നാകണം. ഇത് മൂന്ന് നന്നാകണമെങ്കില് ആദ്യം
നന്നാകേണ്ടത് ഫോണ്ടീഷനാണ്, അടിത്തറയാണ്. അതാണ് മാതാപിതാക്കള്. ഞാൻ ആ വിഷയം കൂടുതലൊന്നും പറയണില്ല, അതിവിടെ കഴിഞ്ഞ വിഷയമാണത്ര, അതിവിടെ വിശദീകരിച്ച കാര്യമാണത്ര, ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നാൽ അതിന്റെ രണ്ടാം ഘട്ടമാണ് മക്കള്, അതും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. മക്കള് വലിയവരായി ഏകദേശം പ്രായമെത്തിയവരായാൽ ആണാവട്ടെ പെണ്ണാവട്ടെ അവർ പിന്നെ ദമ്പതികളാകുമല്ലോ, സതിപതികളാകുമല്ലോ, ഇണതുണകളാകുമല്ലോ, ഭാര്യ ഭർത്താക്കളാകുമല്ലോ. എന്നാൽ ആ ഭാര്യ ഭർത്തൃ ജീവിതം, ആ ദാമ്പത്യ ജീവിതം, ആ മാപ്പിള പെഞ്ഞായിമാരുടെ നല്ല ജീവിതം അത് എങ്ങനെയാകണം, ഏത് നിലക്കാകണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ നന്നായി പറയുന്നുണ്ട്. അതാണ് കുടുംബത്തിന്റെ അടിത്തറ. ഈ നാടിന്റെ, ഈ ജനതയുടെ, ഈ സമുദായത്തിന്റെ, ഏത് സമുദായത്തിന്റെയും അടിത്തറ കുടുംബമാണല്ലോ. മാതാപിതാക്കൾ നല്ലവരാണോ, ഭാര്യ ഭർത്താക്കന്മാർ നല്ലവരാണ്, അവരിൽ നിന്നുണ്ടാകുന്ന തലമുറ പിന്നീട് നല്ലവരാണ്, മക്കള് നല്ലവരാണ്, സംസ്കാരം നല്ലതാണ്. എല്ലാം നന്നായി വരണമെങ്കിൽ ആദ്യമായിട്ട് നന്നാകേണ്ടത് മാതാപിതാക്കളാണ്, ഭാര്യ ഭർത്താക്കളാണ്.